ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഋതികാസ് റിതംസ്. ഇന്നത്തെ വീഡിയോ പറയുന്നത് നമ്മൾ ഇന്ന് തൃശ്ശൂർ പൂരത്തിൻ്റെ ഭാഗമായിട്ട് എക്സിബിഷന് പോവാണ്. അപ്പോൾ അതാണ് നമ്മളെ വ്ളോഗ്. അപ്പോൾ നമുക്ക് വേറെ എവിടേക്ക് പോവാം. ഞങ്ങൾ ഇറങ്ങിയപ്പം ഇങ്ങനെ ഇത്തിരി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് നമ്മൾ കൂടെ അച്ചാച്ചനും അച്ചമ്മയും പിന്നെ അമ്മയും ഞാനും പിന്നെ വലിയച്ഛനും വല്യമ്മയും ഉണ്ണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളാണ് പോയത്. അപ്പോൾ ഒരു മെഡിക്കൽ സ്റ്റോറിൽ ഞങ്ങൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. കാരണം നല്ല പൊടി ഉണ്ടാവുമല്ലോ, അപ്പോൾ നമുക്ക് മാസ്ക് വയ്ക്കുന്നത് നല്ലതാണ്. ഒന്നാമത് എനിക്ക് മൂക്ക് കടഞ്ഞിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾ അങ്ങനെ പോയി അവിടെ എത്താറായിട്ടുണ്ടായിരുന്നു. എത്തി അവിടെ കയറിയപ്പോൾ തന്നെ ഫുൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കാണുന്നത് തന്നെയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഷീറ്റുകളൊക്കെ ഉണ്ടായിരുന്നു, ബെഡ്ഷീറ്റൊക്കെ. പിന്നെ ഫുള്ളി ടോയ്സ് ഉണ്ടായിരുന്നു. പിന്നെ മിനി ഫാൻ ഉണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ അതിൻ്റെ ക്വാളിറ്റി അത്ര നല്ലായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയുണ്ടല്ലോ, അപ്പോൾ നമുക്ക് നോക്കി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നടക്കായിരുന്നു. അവിടെ തന്നെ കുറേ സാധനങ്ങൾ കണ്ടു. അപ്പോൾ കുഞ്ഞൊരു പാത്രം കണ്ടു അമ്മ. അപ്പം അത് വാങ്ങിച്ചോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോവായിരുന്നു. അപ്പോൾ കുറേ സാധനങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾ കണ്ടിട്ട് വരും. അലുവ കണ്ടു. അതാണെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള സ്ട്രോബെറി അലുവ. അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അതിശയമായിട്ട് ഞങ്ങൾ അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ മെയിൻ ഇഷ്ടമുള്ളൊരു പാർട്ട് അച്ചാർ, പിക്കിൾസ് അങ്ങനെ ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർ കുറേ പേരുണ്ടാവും. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. അപ്പോൾ ഒരെണ്ണം എനിക്കും വലിയമ്മയ്ക്കും അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു.
റൈഡ്സിൻ്റെ സൈഡിലേക്കാണ് പോയത്. അപ്പുറത്ത് തന്നെ നമുക്ക് ഗുവ കേവ് ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ കയറണമെന്ന് വിചാരിച്ചു, പക്ഷെ അവിടെ കയറിയില്ല. ഞങ്ങൾ എന്തോ ഒരു കാരണം കൊണ്ട് ഞങ്ങൾ കയറാൻ പറ്റിയില്ല. പക്ഷെ ഞങ്ങൾ ബാക്കിയുള്ള റൈഡ്സ് ഫുൾ എക്സ്പ്ലോർ ചെയ്യണമെന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ കുറേ റൈഡ്സ് ഉണ്ടായിരുന്നു. ഒരു ബോട്ട് പോലത്തെ റൈഡ് ഉണ്ടായിരുന്നു. അതിനൊന്നും ഞാൻ കയറില്ല, എനിക്ക് ഉറപ്പായിരുന്നു. കാരണം അത്രയും ഹൈ ആയിട്ടാണ് പോണേ. ഞാനൊക്കെ ഇരുന്ന് ചിലപ്പോൾ പറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അതിലൊന്നും കയറിയില്ല. ഞങ്ങൾക്ക് കയറണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നത് ഞങ്ങൾ ജൈൻറ്റ് വീലിലാണ് കയറാൻ പോയത്. ജൈൻറ്റ് വീലിൽ കയറണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ജൈൻറ്റ് വീലിൽ കയറാൻ എനിക്ക് നല്ല പേടിയുണ്ട്. എനിക്കും അമ്മയ്ക്കൊക്കെ നല്ല പേടിയുണ്ട്. പക്ഷേ ജൈൻറ്റ് വീലിൽ കയറണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പം ജൈൻറ്റ് വീലിൽ കയറുമ്പോൾ നല്ല രസമാണല്ലോ. അപ്പം പേടി വെച്ചിട്ടാണ് ഞങ്ങൾ കയറിയതെങ്കിലും അത് ആസ്വദിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ യെസ്, ഓഫ് കോഴ്സ് കയറണം. പേടിയില്ലാത്തവർ എന്തായാലും മസ്റ്റായിട്ട് കയറേണ്ട ഒരു സാധനമാണ്. പക്ഷെ എനിക്ക് പേടിയുണ്ടായിരുന്നു. അത് നീങ്ങുമ്പോൾ ഒക്കെ ഉണ്ടല്ലോ, കൈയൊക്കെ ഇങ്ങനെ വിറയ്ക്കായിരുന്നു. നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ കൈ ഹോൾഡ് ചെയ്ത് വെച്ചേക്കായിരുന്നു. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസത്തിൻ്റെ കൈൻ്റെ ഒരു ഭാഗമൊക്കെ നല്ല വേദനയുണ്ടായിരുന്നു. എന്നാലും ഞാനത് നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു റൈഡായിരുന്നു ഈ ജൈൻറ്റ് വീൽ കേട്ടോ. പിന്നെ നമ്മൾ ഇത്രയും വലിയ റൈഡിൽ കയറിയതല്ലേ, അപ്പോൾ ഒരു കുഞ്ഞെന്തെങ്കിലും റൈഡിൽ കയറണം എന്ന് ഞാൻ പറഞ്ഞ് എനിക്കങ്ങനെ ലൈറ്റായിട്ടുള്ള വല്ല റൈഡിൽ കയറാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഈ തീവണ്ടി പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങൾ കയറി. അതിൽ കയറിയപ്പോൾ വലിയതൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ജൈൻറ്റ് വീലിൽ കയറിയതല്ലേ. അപ്പം അത്രയും പേടിക്കാനുണ്ടായിരുന്നില്ല. പിന്നെ ഉണ്ണിക്ക് ഇത്തിരി കുഞ്ഞു സാധനത്തിലൊക്കെ ഞങ്ങൾ കയറി. പിന്നെ വേറെ റൈഡ്സിലൊക്കെ കയറി. അങ്ങനെ കുറേ ഇതിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡ് ഏരിയയിലേക്ക് പോയി. അവിടെ പാനിപ്പൂരി ഉണ്ടായിരുന്നു. പാനിപ്പൂരി ഞാനും ഉണ്ണൂട്ടിനും വാങ്ങിച്ചു. പിന്നെ അമ്മ വേറെന്തോ കഴിക്കുന്നുണ്ട്. പിന്നെ ചായ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇറങ്ങുമ്പോൾ കുറേ സാധനങ്ങളുണ്ടാവുമല്ലോ കാണാനും കാര്യങ്ങളിലൊക്കെ. കുറേ സാധനങ്ങളുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഒരു കുഞ്ഞു മ്യൂസിയം സെറ്റപ്പിലേക്കായിരുന്നു. മ്യൂസിയം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ എനിക്ക് ചെറുതായിട്ട് താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനത്തെ മ്യൂസിയത്തിൽ അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മ്യൂസിയത്തിലും കയറിയിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും വന്നിട്ട് വലിയ മ്യൂസിയം ഒന്നുമല്ല, എന്നാലും ഇങ്ങനത്തെ പഴയ കാര്യങ്ങളൊക്കെ കാണാൻ എനിക്കൊരു പ്രത്യേക താല്പര്യമാണ്. എന്താണെന്നറിയില്ല, എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടം. അവിടെ തന്നെ കുറേ പ്രതിമകളുണ്ടായിരുന്നു, ഫോട്ടോസ് ഉണ്ടായിരുന്നു, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്നും എക്സിറ്റായി. അപ്പോൾ അവിടെ നിന്ന് പോണതിന് മുമ്പ് ഒരു കുഞ്ഞാനക്കുട്ടീനെ കണ്ടു. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ പോയി. നമ്മൾ അമ്പലത്തിൻ്റെ ഫുൾ ഒരു കുഞ്ഞ് മിനിയേച്ചർ ഉണ്ടായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു. അത് നൈറ്റ് ആയതുകൊണ്ട് നല്ല ലൈറ്റ്സൊക്കെ വെച്ചിട്ട് അത് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുള്ളായിട്ട് ചുറ്റിക്കറങ്ങി. അപ്പോൾ നമുക്ക് പോവാം. ബൈ. അപ്പോൾ ഇതാണ് നമ്മളുടെ കുഞ്ഞ് തൃശ്ശൂർ എക്സിബിഷൻ.